കാട്ടാന ആക്രമണത്തിൽ മരിച്ച പോളിന്റെ ഭാര്യയ്ക്ക് സ്ഥിരജോലി നൽകാൻ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ തീരുമാനമായി കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. മകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനും തീരുമാനമായി. പോളിനെ കൊലപ്പെടുത്തിയ ആനയെ ആവശ്യമെങ്കിൽ മയക്കുവെടിവെച്ച് പിടികൂടാനും തീരുമാനമായി. ഇതിനിടെ പുൽപ്പള്ളിയിൽ ജനങ്ങളുടെ പ്രതിഷേധം സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങി. 3 പേർ അടങ്ങുന്ന മന്ത്രിതല സംഘം കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സിജു കണ്ണൻ കൂടെ ചേരുകയാണ്. സിജു, ഇപ്പോഴും സ്ഥലത്ത് സംഘർഷാവസ്ഥ അയവില്ലാതെ തുടരുകയാണോ, അതോ ഇവിടെ സ്ഥലത്തു നിന്നും മൃതദേഹം മാറ്റാനുള്ള നടപടികൾ ഇപ്പോൾ എങ്ങനെ എത്തി നിൽക്കുന്നു? ആംബുലൻസും മൃതദേഹം ഇവിടെ നിന്ന് മാറ്റുകയാണ്. ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും മൃതദേഹം മാറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ ആംബുലൻസിന് മുന്നിൽ സംഘർഷം ഉണ്ടാക്കുകയാണ് നടത്തിയിട്ടും ഇവർ ഒരു കാരണവശാലും മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് മൃതദേഹം പാക്കത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഇടപെടൽ പോലീസ് നടത്തുന്നത്. ഇപ്പോൾ ആംബുലൻസിൽ ഡ്രൈവർ കയറി ആംബുലൻസ് മുന്നോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഈ ആംബുലൻസിന് ചുറ്റും നിൽക്കുന്നുണ്ട്. ഒരു വിഭാഗം ആളുകളാണ് ഇവിടെ നിന്ന് ആംബുലൻസ് നീക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. മൃതദേഹം ഏറെ നേരം ഇങ്ങനെ വെച്ചിരിക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹമാണ്. ഈ സാഹചര്യത്തിൽ മാറ്റണമെന്ന് പോലീസ് ഏറെ നേരം അഭ്യർത്ഥന നടത്തിയിരുന്നു ഈ ആംബുലൻസിന് മുന്നിൽ പ്രതിഷേധിക്കുന്നവരുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എന്നാൽ ഇവർ ഒരു കാരണവശാലും ഇത് അംഗീകരിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് പോലീസ് ഇവിടെ നിന്ന് ആംബുലൻസ് നീക്കാനുള്ള ശ്രമം നടത്തുന്നത്. ആംബുലൻസ് ഇപ്പോൾ അല്പസമയത്തിനകം ഇവിടെ നിന്ന് കടത്തി വിടുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയൊരു പോലീസ് സന്നാഹം ആംബുലൻസിന്റെ മുന്നിലുണ്ട്. പോലീസ് സുരക്ഷയിലാണ് ഇപ്പോൾ ആംബുലൻസ് ഇവിടെ നിന്ന് നീക്കിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ തടസ്സം ആംബുലൻസിന് മുന്നിൽ സൃഷ്ടിച്ചിരുന്നു. ഇപ്പോൾ ആംബുലൻസ് ഇവിടെ നിന്ന് ഈ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് വീട്ടിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഏതാണ്ട് അടുത്ത് തന്നെയാണ് പാക്കം. ആ പാക്കത്തെ വീട്ടിലേക്ക് അല്പസമയത്തിനകം മൃതദേഹം എത്തിക്കും. ഉച്ചയ്ക്ക് ശേഷം തന്നെ വളരെ പെട്ടെന്ന് സംസ്കാര നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ 7 മണിക്കാണ് കോഴിക്കോട് നിന്ന് മൃതദേഹം വഹിച്ചുകൊണ്ട് വയനാട്ടിലേക്ക് പുറപ്പെട്ടത്. അവിടെ നിന്ന് 9 കൂടി ഇവിടെ എത്തി. പൊതുദർശനത്തിന് ശേഷം നിരവധി ആളുകൾ ഇവിടെ എത്തിയിരുന്നു. ഇതിന് ശേഷമാണ് ചെറിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. വനംവകുപ്പിന്റെ വാഹനം തടഞ്ഞു നിർത്തി. അതോടൊപ്പം തന്നെ വനംവകുപ്പിന്റെ വാഹനത്തിന് മുകളിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പശുവിന്റെ മൃതദേഹം കെട്ടിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിന് ഒരു വിഭാഗം ആളുകൾ ശ്രമിക്കുകയായിരുന്നു. ആവശ്യങ്ങളെല്ലാം തന്നെ അംഗീകരിച്ചുകൊണ്ട് ഇന്നൊരു തീരുമാനമെടുത്തിരുന്നു. കലക്ടറുടെ നേതൃത്വത്തിൽ MLA-മാർ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗത്തിൽ കുടുംബത്തിന് സംരക്ഷണം പൂർണ്ണമായും ഏറ്റെടുക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളുണ്ടായി. 50 ലക്ഷം രൂപ നൽകുമെന്ന് അറിയിച്ചു. അതിൽ 11 ലക്ഷം രൂപ അടിയന്തരമായി കൈമാറുമെന്നാണ് അറിയിച്ചത്. ഇൻഷുറൻസ് തുക ഉൾപ്പെടെ ഭാര്യയ്ക്ക് സ്ഥിരം ജോലി നൽകുമെന്ന് ഉറപ്പ് നൽകി. അതോടൊപ്പം മകളുടെ വിദ്യാഭ്യാസ കാര്യം പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുമെന്ന് അറിയിച്ചു. ഈ കാര്യങ്ങൾ MLA-മാർ വിശദീകരിച്ചെങ്കിലും ഒരു വിഭാഗം ആളുകൾ ഇത് അംഗീകരിക്കാതെ സംഘർഷം ഉണ്ടാക്കുകയായിരുന്നു. മൃതദേഹം ഇവിടെ നിന്ന് നീക്കാൻ പോലും വിടാതെ സംഘർഷം ഉണ്ടാക്കുകയായിരുന്നു. പോലീസ് പലതവണ അഭ്യർത്ഥന നടത്തിയിട്ട് മാറ്റാൻ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പോലീസ് സുരക്ഷയിൽ ഇപ്പോൾ വീട്ടിലേക്ക് മൃതദേഹം മാറ്റിയിരിക്കുന്നത്. സിജു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ മരിച്ച പോളിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും അതോടൊപ്പം തന്നെ ഭാര്യയ്ക്ക് സ്ഥിരജോലി, മക്കളുടെ വിദ്യാഭ്യാസവും ഒക്കെ ഏറ്റെടുക്കാമെന്ന് സമ്മതിച്ചിരുന്നു. അതുപോലെ തന്നെ 10 ലക്ഷം രൂപ അടിയന്തരമായി നൽകുമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ എന്ത് കാരണത്താലാണ് ഇവർ വീണ്ടും മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കാതെ ഇത്രയും നേരം തടഞ്ഞു വെച്ചിരുന്നത്? സർക്കാർ ഈ തീരുമാനങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിലും ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ടും എല്ലാം എടുത്തെങ്കിലും ഈ തീരുമാനങ്ങളെല്ലാം വെറുതെയാണ്. ഇത് വെറുതെ എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ പിന്നീട് സംഘർഷം ഉണ്ടാക്കിയത്. പോലീസിനൊടുവിൽ MLA-മാരെ കയ്യേറ്റം ചെയ്യാൻ വന്ന സമയത്ത് ആളുകളോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ടും പിരിഞ്ഞു പോകാത്തതിനെ തുടർന്ന് പോലീസിന് ഇടപെടേണ്ടി വന്നു. പോലീസ് MLA-മാർക്ക് ഇവിടുന്ന് മാറാൻ കഴിഞ്ഞത് MLA-മാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. വലിച്ചെറിഞ്ഞു. കസേര MLA-മാർക്ക് നേരെ വലിച്ചെറിഞ്ഞു. ഇതിനുശേഷം പോലീസിനെ ലാത്തി ഓടിക്കേണ്ട സാഹചര്യം വന്നു. ഇതിനുശേഷവും ഈ സാഹചര്യം എല്ലാം തന്നെ വിശദീകരിച്ചിരുന്നു. മൃതദേഹം ഏറെ നേരം ഇങ്ങനെ സൂക്ഷിക്കുന്നതിൽ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മൃതദേഹത്തോട് അനാദരവ് കാണിക്കുന്നത് ശരിയല്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടും മൃതദേഹം ഇവിടെ നിന്ന് വീട്ടിലേക്ക് ബന്ധുക്കൾക്ക് വിട്ടു നൽകാത്ത സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യത്തിലാണ് പോലീസ് ഇപ്പോൾ ഇടപെടൽ നടത്തിക്കൊണ്ട് ഇവിടെ നിന്ന് മൃതദേഹം മാറ്റിയിരിക്കുന്നത്. ശരി, സിജു കണ്ണനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അനൂപ് കൂടെ ചേരുകയാണ്. അനൂപ്, ഇപ്പോൾ മൃതദേഹം പോളിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. സ്ഥലത്ത് ഇത്രയും നേരം ഉണ്ടായിരുന്ന സംഘർഷങ്ങൾക്കിടയിലൂടെയാണ് ഇപ്പോൾ മരിച്ച പോളിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ എപ്പോഴായിരിക്കും ഇതുമായി പോളിന്റെ സംസ്കാര ചടങ്ങുകളെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും തീരുമാനങ്ങളായിട്ടുണ്ടോ? ബന്ധുക്കൾ അറിയിക്കുന്നത് പോളിന്റെ സംസ്കാര ചടങ്ങുകൾ വൈകിട്ടോടുകൂടി നടക്കുമെന്നുള്ളതാണ്.
ഇക്കാര്യത്തിൽ കുടുംബം ഉന്നയിച്ച ആവശ്യങ്ങൾ ഏതായാലും അനുഭാവപൂർവ്വം ജില്ലാ ഭരണകൂടം പരിഗണിക്കുകയും ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഏതായാലും സംസ്കാര ചടങ്ങുകൾ ഇനി നീട്ടണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ബന്ധുക്കൾ എത്തിയിരിക്കുന്നു. പാക്കത്തെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കുറുവാദ്വീപിനോട് ചേർന്നുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. വൈകിട്ടോടുകൂടി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുകയും ചെയ്യും. അതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ട്. അതിലേക്ക് ബന്ധുക്കൾ കടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ബന്ധുക്കളുടെ ആവശ്യപ്രകാരം മൃതദേഹം കൊണ്ടുപോയി എം എൽ എമാർ ഇപ്പോൾ ഇവിടുന്ന് പോളിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നാൽ വീണ്ടും ചില ആളുകൾ അവർക്കെതിരെ ആക്രോശങ്ങളും ആക്ഷേപങ്ങളും നടത്തുകയാണ്. ആ രീതിയിൽ വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് ചിലർ കാര്യങ്ങളെ കൊണ്ടുപോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ രീതിയിലുള്ള ചില പ്രതികരണങ്ങളാണ് ഇവിടെ നടക്കുന്നത്. സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ടോ? ഇപ്പോൾ പോളിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോഴും സ്ഥലത്ത് സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ടോ? ആളുകൾ ഒരു പ്രകോപനകരമായാണ് ചില പെരുമാറുന്നതും അവർ സംഘടിക്കുന്നതുമെല്ലാം. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഒരു സുസജ്ജമായ സംഘം ഈ സ്ഥലത്തുണ്ട്. അവർ കാര്യങ്ങൾ നിയന്ത്രിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. ഏതായാലും ഒരു നേരത്തെ ഉണ്ടായിരുന്ന തരത്തിലുള്ള ഒരു അക്രമാത്മകമായിട്ടുള്ള സാഹചര്യം ഇപ്പോഴില്ല. പോളിന്റെ മൃതദേഹം ഈ പ്രതിഷേധ വേദിയിൽ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു. അതുപോലെ തന്നെ ഒരു പ്രതിഷേധം അതൊരു അക്രമത്തിലേക്ക് വഴിവെക്കുന്ന ഒരു കാഴ്ചകളാണ് ഏതാനും 2 മണിക്കൂറുകളായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആ ഒരു അക്രമത്തിൽ വനം വകുപ്പിനെയും പോലീസുകാരെയും അടക്കം തടഞ്ഞു വെക്കുകയും അവർക്ക് നേരെ അടക്കം ആക്രമം അഴിച്ചുവിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. സംഭവത്തിൽ ഈ ഒരു പ്രതിഷേധത്തിൽ ആർക്കെങ്കിലും പരിക്കേൽക്കുകയോ അത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നിലവിൽ അത്തരം സംഭവങ്ങളൊന്നും റിപ്പോർട്ട് 2 തവണ പോലീസ് രാത്രി വീശിയത് മാത്രമാണ് ഈ ആക്രമണങ്ങളെ നേരിടാൻ പോലീസ് ചെയ്തത്. അപ്പോൾ തന്നെ ആ സംഘർഷാവസ്ഥ നിയന്ത്രണ വിധേയമാവുകയും ചെയ്തു. ഏതായാലും ഇപ്പോഴൊന്നും അത്തരത്തിലൊരു സംഘർഷ സാധ്യതയില്ല. ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഈ സ്ഥലത്തേക്ക് എത്തുകയും അവരെ കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. ഏതായാലും ഇപ്പോഴും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ട് എന്നാണ്. ഇപ്പോഴും സംഘർഷാവസ്ഥയിലേക്ക് വീണ്ടും കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. അനൂപ്, സ്ഥലത്ത് വീണ്ടും സംഘർഷ സാധ്യത ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്ഥലത്ത് വീണ്ടും സംഘർഷം തുടങ്ങിയിട്ടുണ്ടോ? നേരിയ തോതിൽ നാട്ടുകാർ പരസ്പരം വെല്ലുവിളിക്കുകയും മറ്റും ചെയ്തതിനെ തുടർന്ന് ചില സംഘർഷ സാഹചര്യങ്ങൾ നിലവിലുണ്ട്. അത്തരത്തിൽ ചില സംഭവങ്ങൾ ഇവിടെ വീണ്ടും നടത്തുകയാണ്. പോലീസ് അത് നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നത് പോളിന്റെ ശരീരം ഇവിടെ നിന്ന് മാറ്റിയതിനു ശേഷമാണ് ഈ രീതിയിൽ ചെറിയ അക്രമ സംഭവങ്ങൾ ഉണ്ടായത്. നേരിയ തർക്കങ്ങൾ അത് സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങി. എന്നാൽ ഇപ്പോൾ പോലീസ് ഇടപെട്ടത് പരിഹരിക്കുന്നു.